ഇനി കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഫസ്റ്റ് തന്നെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ സൈൻ ഇൻ ചെയ്തിട്ടുള്ള എല്ലാ ജിമെയിൽ ഐ ഡീസും കാണിക്കും. അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് വരും. എൻ്റർ പേടിഎം നമ്പർ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലിങ്ക് നമ്പർ എന്നുള്ളിടത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒട്ടനേകം HD വാൾപേപ്പറുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വാൾപേപ്പറുകൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിലോട്ടല്ല പോകേണ്ടത്. നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും എങ്ങനെ നമുക്ക് മണി ഏൺ ചെയ്യാം, അതാണ് നമ്മൾ ഫസ്റ്റിലായിട്ട് നോക്കുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്ക് സ്ക്രാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്രാച്ച് കാർഡ് ലഭ്യമാവുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സ്ക്രാച്ച് ചെയ്യുക. അങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 കോയിൻ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ സ്ക്രാച്ച് ചെയ്തുകൊണ്ട് ഓരോ സ്ക്രാച്ച് നിങ്ങൾ ചെയ്യുമ്പോഴും ജസ്റ്റ് ഒരു ആഡ് വരുന്നതായിരിക്കും. ആ ഓടും ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്ക്രാച്ചുകൾ ഇതേപോലെ ലഭ്യമായിരിക്കും. ഒരു ലിമിറ്റേഷൻ ഇല്ലാത്ത നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് ലഭ്യമാവും. സ്ക്രാച്ച് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അങ്ങനെ സ്പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ സ്പിൻ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആഡ്സ് വരുന്നതായിരിക്കും. ആ ഒരു ആഡ്സ് നിങ്ങൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്പിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും സ്പിൻ നൗ. ആ സ്പിൻ നൗ എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സ്പിൻ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്പിൻ ഏത് അക്കത്തിലാണോ വന്നിരിക്കുന്നത് ആ അത്രയും കോയിൻ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. സ്ക്രാച്ചിൻ്റെ പോലെ തന്നെയാണ് നിങ്ങൾ സ്പിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സ്ക്രാച്ച് ലഭിച്ച പോലെ ആഡ്സ് ലഭ്യമാവുന്നതായിരിക്കും. സ്ക്രാച്ച് കഴിഞ്ഞ് സ്പിന്നിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെയിലി ബോൺസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മൂന്നാമതായിട്ട് കാണാൻ പറ്റും. അവിടെ ഡെയിലി ബോൺസ് എന്നുള്ളത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് ഡെയിലി ബോൺസ് ആയിട്ട് ഒരു 25 കോയിൻ കാണാൻ പറ്റും. അത് നിങ്ങൾ അറ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലീസ് ഇൻസ്റ്റാൾ താഴെ. അപ്പോൾ നിങ്ങൾ ആർട്സിൽ കാണിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. നിങ്ങൾ ആർട്സിൽ കാണിക്കുന്നതിനൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾ ഇൻസ്റ്റാൾ നൗ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ടും പ്ലേ സ്റ്റോറിൽ പോകുന്നതായിരിക്കും. പ്ലേ സ്റ്റോറിൽ ചെന്നതിന് ശേഷം നിങ്ങൾ KB എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുക. KB എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അധികം ആപ്ലിക്കേഷൻ സൈസ് ഇല്ലാത്ത ജസ്റ്റ് KB, അതായത് KB സൈസിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റി ഇമേജ് കംപ്രസർ എന്ന് പറഞ്ഞാൽ അതായത് 919 KB മാത്രമുള്ളൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടിയ സൈസുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഈ ഒരു 919 KBയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബോണസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ബാക്ക് വരുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ക്ലോസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ലോഡ് ആവുന്നതായിട്ട്. ഈ ലോഡായ ശേഷം നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 25 കോയിൻ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പം ഡെയിലി ബോൺസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലാമതായിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓഫേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് 500 കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമായി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവരുടെ ടെലിഗ്രാമിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ജോയിൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് 500 കോയിൻ കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ പേടിഎമ്മിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ UPIയിലേക്കൊക്കെ വിഡ്രോ ചെയ്യാമെന്ന് പറയാം. അതിനായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാലാമതായിട്ട് ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാം. അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ഒരു വാലറ്റിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ആ വാലറ്റിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് 42.0 കോയിൻസാണ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ റെഡീം എന്ന് പറഞ്ഞൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒരു ആഡ് വരും. അത് നിങ്ങളൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ആഡ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. അവർ പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ 100 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. അതേപോലെ 200 കോയിൻ ഉണ്ടെങ്കിൽ 2 രൂപയായിട്ട് വിഡ്രോ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് 100 രൂപ വരെ ഒരു ദിവസം വിഡ്രോ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം മിനിമം നിങ്ങൾക്ക് 1 രൂപയാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. 100 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 രൂപയായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ആ ഒരു 100 കോയിൻ നിങ്ങൾക്ക് ഇതേപോലെ സ്ക്രാച്ച് ചെയ്തും സ്ക്രാച്ചും സ്പിന്നും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നേടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താഴെ കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.